ബട്ടർഫ്ലൈസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ വരട്ടിയതാണ്. ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക, തൊട്ടടുത്തുള്ള ഓപ്ഷൻ ആയ ഓൾ ക്ലിക്ക് ചെയ്യുക. കുക്കിംഗ് തുടങ്ങുന്നതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. 2 വലിയ സവാള നീളത്തിലരിഞ്ഞത്, വെളുത്തുള്ളി 1 കൂടം, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, 3-4 പച്ചമുളക്, 2 തക്കാളി നീളത്തിലരിഞ്ഞത്, തേങ്ങാക്കൊത്ത്, ഇഞ്ചി, മല്ലിയില, കറിവേപ്പില എന്നിവ ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ, ചിക്കൻ മസാല 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ അഥവാ സൺഫ്ലവർ ഓയിൽ ആവശ്യത്തിന്. പാത്രം വെച്ച് ചൂടായി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. കറിവേപ്പില വളരെ കുറവായതുകൊണ്ട് ഞാൻ കുറച്ചേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ എടുത്തു വെച്ചിരുന്ന തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്ത് നന്നായി ആ തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വരുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന സവാള ഇട്ട് കൊടുക്കാം. അത് നന്നായി മൂത്ത് വരുന്നത് വരെ ഇളക്കണം. സവാള നന്നായി ബ്രൗൺ കളറായപ്പോൾ അതിലേക്ക് എടുത്തു വെച്ചിരുന്ന 2 തക്കാളി ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് പെട്ടെന്ന് വാടി കിട്ടുന്നതിന് വേണ്ടി അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പകുതി ഗരം മസാലപ്പൊടിയും ബാക്കി എല്ലാ മസാലകളും ഞാൻ ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായി ഇളക്കി നന്നായി ഈ എണ്ണയിൽ മൂപ്പിച്ചെടുക്കാം. മസാല മൂക്കാനുള്ള എണ്ണ ഇല്ലാത്തത് കൊണ്ട് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. മസാലയുടെ പച്ചമണം മാറി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് വീണ്ടും ഒന്ന് ഇളക്കി നന്നായി യോജിപ്പിക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിരുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് അരമണിക്കൂർ വേവാനായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം. ഇതിനിടയ്ക്ക് 2-3 പ്രാവശ്യം ഞാൻ നന്നായി ഇളക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി ചിക്കൻ പാകത്തിന് വെന്ത് എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി, അതെനിക്ക് ആ ഇഞ്ചി കടിക്കാൻ കിട്ടുന്നത് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഇങ്ങനെ ബാക്കി ഉണ്ടായിരുന്ന മല്ലിയില, കറിവേപ്പില എന്നിവയും കൂടി ചേർത്ത് ഒരു ഹൈ ഫ്ലെയിം വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 2-3 സെക്കൻഡ് നേരത്തേക്ക് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ചൂടായി എന്ന് കാണുമ്പോൾ നമുക്കത് മൂടി വയ്ക്കാം. തീ ഓഫ് ചെയ്ത് മൂടി വയ്ക്കാം. ഇതിന് നമുക്ക് സെർവ് ചെയ്യുന്ന സമയമാകുമ്പോൾ ഇഞ്ചിയൊക്കെ ഒന്ന് വാടി അതിൻ്റെ ആ പച്ച ടേസ്റ്റ് അങ്ങ് മാറിക്കിട്ടും. ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ നാടൻ കോഴി വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുകയും കൂടി ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.